ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോ ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗെന്നോ ഷോപ്പിംഗ് വ്ളോഗെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ദാ ഞാൻ റെഡി ആയിട്ടുണ്ട്, അതുപോലെ ബേബിയും റെഡി ആയിട്ടുണ്ട്, ഇത് അമ്മ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയാലോ? ബേബിയുടെ ചോറൂണിന് മുന്നേ ഞങ്ങള് കുറച്ച് സാരിക്കുള്ള ബ്ലൗസും അവളുടെ ഡ്രസ്സും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ബൊട്ടീക്കിന്ന് മേടിക്കണം. പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലും കൂടി പോണം. അപ്പൊ ഫസ്റ്റ് ഞാൻ ദേ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് കേട്ടോ. കുറേ നാളായി സ്റ്റുഡിയോയിലോട്ട് പോയിട്ട്, കുറേ നാളായി കേട്ടോ ഇപ്പൊ. അപ്പൊ വിചാരിച്ചു ചുമ്മാ ഒന്ന് അവിടെ വല്ല കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ ദാ ഫസ്റ്റ് സ്റ്റുഡിയോയിലാണ് വന്നിട്ടുള്ളത്. വന്നപ്പോഴുണ്ടേ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ പ്രഗ്നൻസിക്ക് ശേഷം കുറച്ച് തടി വെച്ചത് കൊണ്ട് തന്നെ ഡ്രസ്സിന്റെ സൈസിലെല്ലാം വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെയുള്ള അടിപൊളി കളക്ഷൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറാണ്, അയ്യോ ഒന്ന് മെലിഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ അടിപൊളിയായിട്ടുള്ള കുറേ ഡ്രസ് കളക്ഷൻസ് ഉണ്ടല്ലോ എന്ന്. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ദാ ട്രയൽ റൂമിൽ വന്നിട്ടുണ്ട്. ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് രണ്ട് ടീഷർട്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഒന്നും എടുത്തില്ലെങ്കിലും ഒന്ന് രണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത് മാത്രമേ എടുത്തുള്ളൂ. വീട്ടിലിടാനും ഒന്ന് പുറത്തിടാനും ഒക്കെ പറ്റിയ ടൈപ്സ്. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് സുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ സ്റ്റോറിലും ഒന്ന് കറങ്ങി നടക്കണം പതിവാണ്. അങ്ങനെ എല്ലായിടത്തും ഒരാവശ്യമില്ലെങ്കിലും വന്ന് നോക്കി അങ്ങനെ ദാ ഞങ്ങള് തിരിച്ച് ഇറങ്ങുവാണ്. പോകുന്ന വഴിക്ക് ഒരു ജ്യൂസ് കുടിക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോ അവിടെ സർബത്ത് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഫ്രൂട്ട് സർബത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ അമ്മ ഫ്രൂട്ട് സർബത്ത് ഞാനൊരു ജ്യൂസും കുടിച്ച് നമ്മൾ റിഫ്രഷ് ആയി. ഇനി നേരെ ബൊട്ടീക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സെല്ലാം ഞങ്ങൾ മേടിച്ചു. പക്ഷെ അവിടുന്ന് ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയി. എന്നിട്ട് ദാ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദാ ആസാദി വന്നേക്കുവാണ്. അപ്പൊ ബേബീനെ അവിടുത്തെ സോഫയില് വിരിച്ച് കിടത്തിയായിരുന്നു. അപ്പൊ നമുക്ക് കഴിക്കാലോ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് സൂപ്പാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മട്ടൺ സൂപ്പ്. അത് കുടിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ. കാരണം സമയം ഇപ്പം 4 മണിയായി. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചിക്കൻ ബിരിയാണി, തന്തൂരി, ഹാഫ് തന്തൂരി ചിക്കൻ, ഒരു ബട്ടർ നാൻ, അതുപോലെ 2 പത്തിരി, മട്ടൺ റോസ്റ്റ്, അങ്ങനെ ഐറ്റംസൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഷെയർ ചെയ്ത് കഴിക്കാം, എന്നാലും നല്ല വിശപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളിത് കഴിച്ചു. പക്ഷേ ലാസ്റ്റ് ബിരിയാണി കുറച്ച് ടേസ്റ്റായി കേട്ടോ. അത്രയ്ക്കും കഴിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് ദാ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നേരെ ഇതാ വന്നേക്കുന്നത് ബേബിയുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പോപ്പീസിലാണ് കേട്ടോ, നമ്മൾ ശാസ്തമംഗലത്തുള്ള പോപ്പീസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല പുതിയ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇതാ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോഴുണ്ട് ശരത്തിനെ വിളിച്ചു പറഞ്ഞു വരുമ്പോൾ ലേറ്റ് ആവും, അതുകൊണ്ട് ശരത്തിന് മുണ്ട് വാങ്ങാൻ ടൈം കിട്ടത്തില്ല, അതുകൊണ്ട് എവിടെന്നെങ്കിലും ഒരു മുണ്ട് മേടിച്ച് വയ്ക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാ രാംരാജ് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.